അടിപൊളി ചേച്ചി. ഓ ഞാനും ശിവയും ലച്ചും കൂടെ ചെയ്ത ഡിസൈനാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. എന്റെ ഇതിന് നല്ല ഡിസൈൻ ഉണ്ട്, പക്ഷേ ഈ കളർ കോമ്പിനേഷൻ ചേരൂല. അച്ഛന്റെ കളർ കോമ്പിനേഷൻ ഈ ലോകത്ത് ഒരർത്ഥത്തിനും പറ്റൂല. അച്ഛന് ചിരി ഉണ്ടായിരുന്നു കേട്ടോ. ലജ്ജായി കുഴിപ്പള്ളത്തെ ചോക്ക് കൊണ്ട് 3 വരയും വരച്ച് കുറെ ചെമ്പരത്തി പോയിട്ട് പിക്ചറിനല്ല അത്തം. നമ്മളെ ഈ വീട്ടിൽ നടയില് ഇടുന്ന അത്തം നെയ്യാറ്റിക്കര ഏറ്റവും വലിയ തോന്നും. അത്രയ്ക്കൊന്നുമില്ല. ഇവിടുത്തെ ഒട്ടുമിക്ക വീടുകളിലും നല്ല വലിപ്പത്തിലും ഭംഗിയിലും കനത്തിലും അത്തയിടാറുണ്ട്. തള്ളുമ്പോ അങ്ങ് നീട്ടി തള്ളിക്കോണം. നിങ്ങളുടെ അത്തം കൊള്ളാം. പണ്ട് ഞാനും ചേച്ചിയും കൂടെ അത്തം ഇടും. പൂ പറിക്കാൻ വേണ്ടിട്ടേ ഞങ്ങളെ അടുത്തുള്ള വീട്ടിലും പറമ്പിലൊക്കെ പോകും അല്ലേ ചേച്ചി? ഒരു കഥയുണ്ട് കേട്ടോ, പറയട്ടാ. വെളുപ്പാങ്കാലത്ത് ഞാനും ശ്രീകുട്ടും ഇതുപോലെ ഇല്ലില്ല പറയും. വെളുപ്പാങ്കാലത്ത് ഞാനും ശ്രീകുട്ടനും കൂടെ ഇതുപോലെ അത്തത്തിന് പോയിടാൻ വേണ്ടി പോയി. അങ്ങനെ പറിച്ചു പട്ടി ഉണ്ടല്ലോ ഓടിച്ചിട്ട് ഞാൻ നല്ല ഓട്ടം കൊടുത്തു. ഈ പൊട്ടനെ അന്ന് ചെറുതിലെ പതുക്കല്ലേ ഓടാറിയാമ്പോളൂ. പട്ടി വന്ന് ഒരു സൈഡ് കംപ്ലീറ്റ് കളസോങ്ങി കീറിക്കൊണ്ടുപോയി. ഷർട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ ആ പാതിയുള്ള കളസ് വിടാൻ പറ്റില്ലല്ലോ, അവനത് ഒരു തോളത്തിട്ടുണ്ട്. പിന്നെ ഓടി എല്ലാവർക്കും സന്തോഷമായില്ലേ? ആയി. നോം നമ്മുടെ പ്രജകളെ കാണാൻ വേണ്ടി വന്നതാണ്. നല്ല പൂക്കളം, നല്ല നിറഞ്ഞ ചിരി. നോം സന്തോഷവാനായിരിക്കണം. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഇതാണ് മാവേലി, നല്ല അസല് മാവേലി. പണ്ട് ഞാനൊരിക്കൽ മാവേലി കെട്ടി. അമ്മച്ചിമാരൊക്കെ കൈയെടുത്ത് ഞാൻ തൊഴണ്. മാവേലി, ഇതാണ് മാവേലി എന്നും പറഞ്ഞു. അന്ന് ഇത്ര വയറില്ല അല്ലേടി? ആ പഴയ മാവേലി അന്ന് നടന്ന നടത്തമുണ്ടല്ലോ, അതൊന്ന് കാണിച്ചു തരാവോ? ഇത് ഉള്ളത് മൊത്തം കീറി ഇലയാണല്ലേ. ഇനിമ 25 ഇലയല്ലേ വേണ്ട ചേച്ചി? പിന്നെ വേണ്ടേ, ഒന്നാമത് അംഗസംഖ്യ കൂടുതലാ. നീ ഒന്നത് ശരിയാ, ഡാരിക്കാൻ നേരത്തെ ഒന്ന് വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ടല്ലോ. പറമ്പ് നമ്മളെ ഇടന്ന് പറഞ്ഞിട്ട് കത്തി എന്തുവാ കാണിക്കണേ? ഇത് പിടി, കത്തിയിട്, ഇത് പിടി ചേച്ചി. പിന്നെ ഏത്തന്റെ ഇല വെട്ടല്ലേ? എന്ത്? പിന്നെ കപ്പവാഴടല്ല, ഐ മീൻ ചെങ്കതിലിടല്ല, അതും വെട്ടറ എടുക്കൂല. എടുക്കാത്തെ? ഏത്തന്റെ ഇല വെട്ടിക്കഴിഞ്ഞാൽ അത് കൊലയുടെ വളർച്ചയെ ബാധിക്കും. ചെങ്കതിലാണെങ്കിൽ ഭയങ്കര കട്ടിയായിരിക്കും, പെട്ടെന്ന് കിടക്കുന്ന ഒടിഞ്ഞു പോകും. ഇത് കണ്ടോ, ഫ്ലെക്സിബിൾ ആണ്, മറ്റേ ഫ്ലെക്സിബിൾ അല്ല. ഇത്ര വിവരം ഉണ്ടായിട്ടാണ് നിനക്ക് വാഴലായിട്ടാണ് അറിയാൻ പാടാത്ത കിഴങ്ങ. വാഴ വെട്ടുന്നല്ലേ ഇപ്പൊ കാണിച്ചത്. എപ്പടെ നോക്കി കഴിഞ്ഞാ എന്തുവാടേ കാണിക്കണേ? അജിയരെ ഇതിൽ കൊണ്ടേ ആയ കൊണ്ട് അഴുക്കായെന്ന് തോന്നുന്നു. അഴുക്കായ സാരല്ല, പോട്ടെ. കർഷകരാകുമ്പോഴത്തേക്കും കുറച്ച് ശരീരത്ത് മണ്ണും ചെളിയൊക്കെ പറ്റുന്നത് നല്ലതാണ്. കള്ളം. പിന്നെ അത് വെട്ടാ. നീ ഞാനെന്ന് അറിഞ്ഞോണ്ട് മനപ്പൂർവല്ലടാ എടാന്ന് വിളിച്ചത്.
അങ്കളെ ഞാൻ അങ്ങനൊന്നും ചെയ്യൂല. കേശു അങ്കളെന്ത് വഴിക്ക്? എടേ ഞാനേ പ്രാവച്ചമ്പലത്തിൽ നേരെ ബസ് കയറി വിഴിഞ്ഞത്തുനിന്ന് വേറൊരു ബസ് കയറി ഇവിടെ താഴെ അമ്പലത്തിന് അവിടെ ഇറങ്ങി. എന്നിട്ട് ആ ഊടുവഴി കൂടെ താഴെ കൂടെ വന്ന് നേരെ ഇങ്ങ് വന്നു. അങ്കിളിന് ഇവിടുത്തെ വഴിയൊക്കെ നല്ലോണം അറിയാല്ലേ? പിന്നെ നമ്മൾ പ്രാവച്ചമ്പലം, നെയ്യാറ്റിൻകര, മാരരാമപുരം, അരുവിക്കര എല്ലാം നമ്മളെ നാടല്ലേ. നമ്മളെ നാട് സ്വന്തം നാട്. അങ്കളെ വീട്ടിൽ നിന്ന് എപ്പോ ഇറങ്ങി? ഞാൻ ഒരു 12 മണിയായപ്പം അമ്മേരെ കൂടെ ഇരുന്ന് ശകലം സദ്യ കഴിച്ചു. അതിനുശേഷം വേറൊരു വണ്ടി കയറി നേരെ വിഴിഞ്ഞത്തിറങ്ങി. പിന്നെ അവിടെ പോയി തലയും കാണിച്ചിട്ട് നേരെ ബസ് കയറി ഇനി വന്ന് ഇതിലേ കൂടെ ഇനി കയറി. ഞാൻ വിചാരിച്ചു ഇവിടെ സദ്യ കഴിഞ്ഞാണ് തോന്നുന്നു. ഇല്ല, ഇല വെട്ടേ ഉള്ളൂ. ഒന്നാമത് ലേറ്റ് ആയി. എല്ലാ സാധനങ്ങളൊക്കെ ഇപ്പൊ റെഡി ആയി വരുന്നേ ഉള്ളൂ. അടേ മണി കണ്ടായില്ലേ? ആ അങ്കിള് നമ്മുടെ കൂടെ അല്ലേ സദ്യ കഴിക്കണേ? നിങ്ങളുടെ കൂടെ അല്ല പിന്നെ ആരോടെ ഞാൻ സദ്യ കഴിക്കാൻ? അങ്ങളെ വേറെ ഒന്നേക്കൂടെ വീട്ടിലൊന്നും പോയില്ല അങ്ങളെ? അയ്യോ വേറെ ഏത് ബന്ധുക്കളടേ? എന്റെ ബന്ധുക്കളെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെടേ, വേറെ ആരും ഇല്ലടേ. ഡേ പടം താമയൊക്കെ വന്നാ? അവിടെ ഉണ്ട്. എന്താ പിന്നെ ഞങ്ങോട്ട് പോയി നമ്മളും അങ്ങോട്ടാണ് ഒരുമിച്ച് അങ്ങ് പോവാം. ഒരുമിച്ച് വന്നാ? പിന്നെ ഇവിടെ വെട്ടി. പിന്നെ അങ്ങളെ എല്ലാരും ഉള്ളതാണ്. അപ്പൂപ്പനൊക്കെ ഉണ്ട്. വെറുതെ ശങ്കര അപ്പൂപ്പന്റെ കൂടെ ഓരോന്നൊക്കെ പ്ലാൻ ചെയ്താലും ബാക്കരുത് പ്ലീസ്. ലച്ചു 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 ഈ വർത്താനം നിർത്തിക്കോണേ. നീ നിന്റെ അപ്പൂപ്പൻ്റെ അടുത്തും നിന്റെ അച്ഛൻ്റെ അടുത്തും പറ. പല ഗ്യാസിൽ ഇതുപോലെ എന്നെ വിളിപ്പിച്ച് മറ്റേ വാങ്ങിച്ച് കുടിച്ചിട്ട് അവസാനം എൻ്റെ പേര് കൊണ്ട് ഇട്ട് തരും. നീയൊക്കെ അത് കേട്ട് അതുപോലെ പറഞ്ഞോണം കേട്ടാ. എന്നാ പിന്നെ ഇത് പിടി അല്ല കേട്ടോ. ഞാനാ എന്ത് കറയാവും? ആ പിന്നെ കറ പിടിച്ച അമ്മ വെച്ചെന്ന് ഷട്ടർന്ന് പുതിയതെന്ന് പിടിച്ചേ. വാസയാണോ? ഇതാര് ശർക്കര ഗൗരിയാ? എന്താണ് വിളവാരം? നമ്മളേത് ഊട് വഴിയും വരും മക്കളെ. പ്രാവച്ചമ്പലത്തെ അമ്മച്ചെന്ത് പറയണം? അമ്മയാ തീരങ്ങളൊക്കെ തന്നെ, എന്നാലും ഒരുമാതിരിയൊക്കെ അങ്ങ് പോണം. നിങ്ങൾ എന്നെ വിളിക്കാന്ന് വന്ന് ഞാൻ അവിടെ എല്ലാം നോക്കി. പിന്നെ ചേച്ചിയാണോ പറഞ്ഞത് നിങ്ങൾ ഇവിടെ കാണുമെന്ന്? എന്താ കത്തി അടിച്ചു കൊടുക്കണം? ആ ഇല വെട്ടണ്ണ. അല്ല എന്തിനു മക്കളെ വന്നില്ലേ? വെട്ട് വെട്ട് അണ്ണ വെട്ട്. പാറമടയിലെ ഉണ്ണിയാർച്ച നിൽക്കല്ലേ? എന്നാ വെട്ട്. അണ്ണൻ പറഞ്ഞ പിന്നെ എങ്ങനെ വെട്ടാതിരിക്കുന്നു? പിടിയടാ. അല്ലേ പിന്നെ അല്ല. വെട്ട് 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 വെട്ടി തള്ളു. ആ ഗൗരിയേ എല്ലാം നിൽക്കുന്നത്. വെട്ട് 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 വെട്ട്. ഇത് വെട്ടാ. വാഴയും കൂടെ വെട്ടി മരത്തോ? ഈ മരം ചാടിയ ശ്രീകുട്ടൻ എവിടെ നിന്ന് കിട്ടി? അണ്ണാ എന്റെ മക്കള് പൊളിയല്ലേ? വെട്ട് വെട്ട്. കത്തി വച്ചേ ഇതാണോ? അത് തന്നെ. ഇതാ അതിന്റെ മേളത്തെ ചാർലേ എടേ എന്നെ എടുത്ത് കിടത്തറ. മൂടി പഞ്ഞും കൂടെ പോയി രണ്ടായിട്ട് വെട്ടു വെച്ചേ. നല്ല ദിവസമായിട്ട് എന്തോന്നൊക്കെ അല്ല പിന്നെ ഇങ്ങനെ വെട്ടോ? ശാർക്കര കൊണ്ടുവരാ നില്ലേ പിടിച്ചാണ്. ഞാൻ പോട്ടാ പറഞ്ഞ പരിപ്പൊഴിക്കട്ടെ. അവിടെ ലച്ചോ അല്ല കുളുക്ക ഒഴിച്ചോട്. നല്ല വിഭവസമൃദ്ധമായ സദ്യ നന്നായിട്ട് കഴിച്ചോളി. കുറച്ച് വെച്ചാൽ മതി. ആസ്വദിച്ച് കഴുകി നെയ്യ് അവക്ക് വേണ്ട, അവക്ക് ഇഷ്ടമല്ല. പയ്യാണ് പയ്യെ പയ്യെ എന്തുവാണ് ഇത്? നെയ്യ് പയ്യെ പയ്യെ എന്ന് പറഞ്ഞു. ചിരിക്കല്ലേ അധികം ചിരിക്കാതെ മണ്ട കയറും. ആസ്വദിച്ച് കഴുകി. എടേ അതൊക്കെ അവർക്കറിയാം. നീ ഇവിടെ നിന്ന് കണ്ട്രാക്ട് വിടല്ലേ? ആക്കെ നിന്റെ സൈറ്റിൽ ചെന്ന് വിട്ടാ മതി കണ്ട്രാക്ട്. ബാലേ ബാലേ ഒന്ന് വായടിച്ച് വെറുതെ ഇരുന്നേ. സദ്യ ആസ്വദിച്ച് കഴിക്കാനുള്ളതാ. സാമ്പാർ ഇങ്ങെടുത്തോണ്ട് ഗൗരി സാമ്പാർ എവിടെ? സാമ്പാർ ബാലു കണ്ട്രാക്ട് തന്നെ സമ്മതിച്ചു. ഈടാ പപ്പടം വേണം. പപ്പടം കൊടുക്കും. പപ്പടം വേണം. പപ്പടം വേണം. പപ്പടം കൊടു മോളെ. പപ്പടം കൊടു. പപ്പടം കൊടു. നിങ്ങൾ രണ്ടുപേരും കഴിക്കുന്നില്ലേ? ഞാൻ വെച്ച് ഒരുമിച്ചിരിക്കും. പപ്പടം വേണം. ഇരുന്ന് കഴി. ഞാൻ വെള്ളം പെട്ടാ വെള്ളം എടുത്തോട്. വാസിക്ക് ദേഷ്യം പറഞ്ഞു. വെള്ളം എടുത്തോട്. വാസിക്ക് ഇനി ഓടാ സ്റ്റേഷനിൽ ഒപ്പിടാൻ പോവുള്ളതാണ്. വിളമ്പിയത് മുഴുവൻ കഴിച്ചില്ലെങ്കിൽ ഇഞ്ചി എടുത്ത് കണ്ടു കയറി. എടാ നീ ഒന്നും മിണ്ടാതിരി, അവർ കഴിക്കട്ടെ. എന്റെ അമ്മ സ്നേഹം കൊണ്ട് പറയല്ലേ. ഞാൻ എണീക്കാം. ഞാൻ വിളമ്പാ. അളിയരി അല്ല അളി ഇരിക്കാം. ഞാനും അച്ഛനും കൂടെ ഒരുമിച്ചിരിക്കും. വാസി നീ വന്നപ്പോ കഴിച്ചിട്ടൊന്നു പറഞ്ഞു. ഓ അമ്മേരോട് കഴിക്കണ വേറെ ആണല്ലേ?
എടാ ഈ കഴിക്കണമെങ്കിൽ അമ്മയുടെ വീട് കഴിക്കണം, അതാണ് ഓണം. എടാ, നല്ല പോളിംഗ് ആണല്ലേ. എടേ നോക്കടേ എല്ലാവരും മുമ്പിൽ ഒരു മാനം കിടന്നു, ഞാൻ പോകണം. എന്തിനു മാമ അച്ഛൻ ചുമ്മാ വേണമെന്ന് വെച്ചോണ്ട് കൈ അങ്ങോട്ട്. ഡേ ആ പിള്ളേർക്ക് വേണമെങ്കിൽ എല്ലാം എടുത്തു കൊടുക്കുക. പിള്ളേർക്ക് എന്തോ വേണം, ഇഞ്ചി വേണമെന്നോ, നാരങ്ങ വേണം, മാങ്ങ വേണം, പിന്നെ കിച്ചടി വേണം, പച്ച വേണം, ഓല വേണം, കാളം വേണം. ഞാൻ തുടങ്ങും. ഗൗരി എന്തോ ഗൗരി അവി എടുത്തോട്, വെള്ളം ഒഴിച്ചിട്ട്. ഈ വിളമ്പാര് പോരാ കേട്ടാ, കറക്റ്റ് സമയത്തിന് ഒരു സാധനം എത്തണില്ല. അടുത്ത പ്രാവശ്യം വിളമ്പുകാരെല്ലാം പിരിച്ചുവിടുന്നതായിരിക്കും. ഒരാൾ പറഞ്ഞാലേ കേക്കോളൂ. എന്റെ അമ്മ ഇരുമ്പ് കൈയാണാ. എന്താ ഇത്രയും നാളെ എങ്ങനെ സഹിച്ച് ഒറ്റ അടി അടിച്ചു തോളിലിട്ട്. സാരമില്ലടാ, വല്ലപ്പോഴും ഒക്കെ അല്ലേ ഉള്ളൂ. 3-4 ഇവിടെ തന്തേനേട്ടാ ഞാൻ അടിച്ച് ഒതുക്കളയല്ലേ ഓണായിട്ട്. ഇവിടെ ഒന്നും കിട്ടണില്ല, ഇവിടെ ഒന്നും. എടാ ബാസി, നിനക്ക് എന്ത് വേണോടാ? പായസം. പായസം പോരെ വരും. പായസം കൊണ്ടുവരണേ. എന്തായാലും വേണമെങ്കിൽ പറയണം കേട്ടോ. നമുക്കിരിക്കാം. വിശങ്ങള ഇച്ചിരി കഴിയട്ടെ. ഞാൻ പറഞ്ഞല്ലേ ആദ്യം ഇരുന്നോളാൻ പറഞ്ഞല്ലേ എന്നോട്. ഓണമല്ല. ഓണമായിട്ട് ഇന്ന് ആ പരിപാടികളൊന്നും ഇവിടെ നടക്കത്തില്ല. ആ നടന്നെന്ന് അറിഞ്ഞാ അയ്യോ ഓണപ്പൊട്ടം കളിയൊന്നും വേണ്ട ഇപ്പൊ ഇവിടെ. അതൊക്കെ ഉണ്ട്. നമ്മൾ അതിനെപ്പറ്റി ചൊല്ലിയതാണ്, അതൊക്കെ വേണം ഇവിടെ. അതുകൊണ്ട് എണീക്കട്ടാ. ആർക്ക് കിട്ടിയാലും ആരെ വേണോ അറിയാം. ഓക്കെ ബാസേണ്ണ എന്തോന്ന് ഇങ്ങനെയാണ് പിള്ളേരെ അറിയണ്ടേ? അയ്യോ നല്ല കാര്യം. പിന്നെ ഓടിക്കൊണ്ടു പോകാൻ പാടില്ല. ഓടിയറിയാൻ പാടില്ല. ബോള് കിട്ടിക്കഴിഞ്ഞാൽ അയ്യോ ബാസേണ്ണ കാര്യത്തിന് ബാസേണ്ണ എറിയൊന്നും ശരിയല്ല കേട്ടാ. കൊടുക്കല്ലേ ബാസേണ്ണന് പന്ത് കൊടുക്കല്ലേ, ഉപദ്രവിക്കും. ഒരു പന്ത് ഇങ്ങോട്ട് കൊടുത്തേ. ഇവിടെ നല്ല രസമുണ്ടല്ലേ? എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊരു തീരുമാനമായി. അല്ല, ശ്രീയുടെ ലൈഫിന് ഈ പച്ചപ്പും കുളവും ആറും കൃഷിയായിട്ടൊക്കെ എന്തോ ഒരു ബന്ധമുണ്ട്. അത് ഈ ജന്മത്തിലുള്ള ബന്ധമൊന്നുമല്ല, മുൻ ജന്മത്തിലുള്ള ബന്ധമാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ശ്രീയുടെ വീട് പടവലം, അവിടെ കൃഷിയുണ്ട്, ആറുണ്ട്, പുഴയുണ്ട്. പിന്നെ ഇവിടെ നോക്ക്, ഇവിടെ ഇതൊക്കെ ഇല്ലേ? എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ് ശ്രീ ഇതൊക്കെ കാണുമ്പോൾ.
എനിക്കും ഇതിന്റെ പാർട്ടാവാൻ പറ്റില്ല. എന്തൊന്നും കേട്ടോ, എന്തെങ്കിലും ഒന്ന് പറ. ഞാൻ ഇത്രയൊക്കെ സംസാരിച്ചില്ലേ? ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്ക് ശ്രീ എന്ത് പറഞ്ഞാലും ഇഷ്ടപ്പെടും. പറ. എനിക്ക് ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്കും ഉണ്ടായിരുന്നു ഒരു പ്രണയം. ഞാൻ പറയട്ടാ? പണ്ടേ പിന്നെ പണ്ട് എനിക്ക് അയാട് നീ പറഞ്ഞത് ശരി തന്നെ, പച്ചപ്പും കുളവും. ഓ മതി മതി. എന്തോന്നടേ ഇത്? അതേനെ എനിക്കും ചോദിക്കാവുള്ള. എന്തോന്നടേ? ഞാൻ പോണെന്ന്. എവിടെ പോണു? തോം തത്തിന്ദഗതോം തകധിമി തോം തത്തിന്ദഗതോം 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 ഗോപാല ബാല മുകുന്ദ ഗോപകുമാര ഗോപകുമാര യദുകുലധീര സമീര ഗോപാല ബാല മുകുന്ദ ഗോപകുമാര ഗോപകുമാര യദുകുലധീര സമീര നീലപ്പൂന്തുകിൽ കെട്ടിയതിൽ മാല ചാർത്തിയതും മാല ചാർത്തിയതും മുകുന്ദന്റെ ഭാലതിലകവും നീലപ്പൂന്തുകിൽ കെട്ടിയതിൽ മാല ചാർത്തിയതും മാല ചാർത്തിയതും മുകുന്ദന്റെ ഭാലതിലകവും കാതിൽ മിന്നുന്ന വജ്രകുണ്ടലം കഴുത്തിൽ മുത്തുമാല കഴുത്തിൽ മുത്തുമാല തൃക്കൈയിൽ പൊന്നോട കുഴലും കാതിൽ മിന്നുന്ന വജ്രകുണ്ടലം കഴുത്തിൽ മുത്തുമാല കഴുത്തിൽ മുത്തുമാല തൃക്കൈയിൽ പൊന്നോട കുഴലും മഞ്ഞ പട്ടുടയാട നന്നായി ഞൊറിഞ്ഞു ചാർത്തിയതും ഞൊറിഞ്ഞു ചാർത്തിയതും തൃപ്പാദത്തിൽ ചിലമ്പു കൊണ്ടണിയും മഞ്ഞ പട്ടുടയാട നന്നായി ഞൊറിഞ്ഞു ചാർത്തിയതും ഞൊറിഞ്ഞു ചാർത്തിയതും തൃപ്പാദത്തിൽ ചിലമ്പു കൊണ്ടണിയും കായാമ്പു നിറമാർന്ന മേനിയിൽ മായാവൈഭവവും മായാവൈഭവവും മനോഹരമായ പുഞ്ചിരിയും കായാമ്പു നിറമാർന്ന മേനിയിൽ മായാവൈഭവവും മായാവൈഭവവും മനോഹരമായ പുഞ്ചിരിയും കാലിൽ പൊന്നിൻ ചിലമ്പുമിട്ട് കണ്ണാ ഓടിവാ കണ്ണാ കാർമുകിൽ വർണ്ണ നിന്നെ വണങ്ങി കുമ്പിടുന്നേ കാലിൽ പൊന്നിൻ ചിലമ്പുമിട്ട് കണ്ണാ ഓടിവാ കണ്ണാ കാർമുകിൽ വർണ്ണ നിന്നെ വണങ്ങി കുമ്പിടുന്നേ. ഇതെന്താ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുന്നത്? എല്ലാരും കൂടെ വന്നു കഴിഞ്ഞപ്പോ പിള്ളേരെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം വല്ലാത്തൊരു സന്തോഷം തോന്നി. ഇപ്പൊ ആലോചിക്കുമ്പം അതെന്താ അങ്ങനെ? ആ അവർക്ക് പോണമല്ലേ. ഞാൻ വിചാരിച്ചു അവര് 2 ദിവസം കൂടെ ഇവിടെ കാണുമെന്ന്. പറഞ്ഞാ അവരിവിടെ നിന്നേനെ. പക്ഷെ അവർക്ക് അങ്ങനെ നിൽക്കാൻ ഒക്കുമോ? അവരുടെ ജോലിയൊക്കെ അത് ബാധിക്കത്തില്ലേ? ശരിയാ, അവർക്ക് പോണമല്ലേ. ഇനിയിപ്പോ അടുത്ത വർഷമല്ലേ വരുള്ളൂ. അല്ലെ, ഇടയ്ക്ക് ആരെങ്കിലും ഒക്കെ വരുമായിരിക്കും. പക്ഷെ എന്നാലും എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് കുറച്ച് ദിവസം അങ്ങോട്ട് പോയി നിൽക്കാം. പോയി പിള്ളേരുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കണം. ഇനി എത്ര കാലം കൂടി കാണുമെന്നാ.
ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പം ഇങ്ങനെ തന്നെ അങ്ങ് പോണം. പിള്ളേരെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാൻ ഇടയാക്കരുത്. അതാ ആഗ്രഹം. ഇപ്പൊ എന്തിനാ ഇതൊക്കെ പറയുന്നത്? എല്ലാരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? എന്തൊക്കെ പറഞ്ഞാലും പാരായം പറയാൻ തോന്നും. അത് മനുഷ്യ സഹജ. അവര് എപ്പോഴാ പോകുന്നത്? രാവിലെയോ? അവര് കാപ്പ് കൂടി കഴിഞ്ഞാൽ പോകത്തുള്ളൂ എന്നാ തോന്നുന്നത്. ആ, അതാ നല്ലത്. അങ്ങനെ ആട്ടെ.